പർവ്വത ശൃംഗത്തെയും തേടിപ്പോയി കൻആൻ എന്ന ഈ ചെറുപ്പക്കാരൻ. ആരെ മകനായിരുന്നു? സയ്യിദുനാ നൂഹ്. നന്നായതേയില്ല. പിതാവ് പറഞ്ഞു, യാ ബുനയ്യർകം മഅനാ, മോനെ ഇങ്ങോട്ട് കേറ്, ഈ കപ്പലിലേക്ക് കേറ്, ബിസ്മി ചൊല്ലി, കലിമ ചൊല്ലി, ബിസ്മിയും ചൊല്ലി ഈ കപ്പലിലേക്ക് കേറ് എന്ന് പറഞ്ഞു. എന്നാൽ മകൻ പറഞ്ഞതോ, സആവി ഇലാ ജബലിൻ യഅ്സുമുനി മിനൽ മാ, ഞാൻ ഏതെങ്കിലും ഒരു പർവ്വതത്തിലേക്ക് തുഴഞ്ഞു നീന്തും എന്നാണ്. ഒരു പർവ്വതമൊന്നും അപ്പോൾ കൻആന്റെ മുന്നിൽ ഇല്ല എന്നാണ് ഇവിടെ വ്യാഖ്യാനം. കാരണം ഉണ്ടായിരുന്നുവെങ്കിൽ മാറൂഫാക്കി പറയുമായിരുന്നു പർവ്വതത്തെ. ഇലൽ ജബൽ എന്ന് പറയും, പകരം ഇലാ ജബലിൻ എന്നാ പറയുന്നത്. സആവീല ജബലിൻ സആവീല ജബലി യഅ്സിമുനി മിനൽ മാ, ഏതെങ്കിലും ഒരു പർവ്വതത്തിലേക്ക് ഞാൻ തുഴഞ്ഞു നീന്തും എത്തും എന്ന് പറഞ്ഞു. നന്നായില്ല ഈ ചെറുപ്പക്കാരൻ. ഇനി ഞാൻ നിങ്ങൾക്ക് വേറെ ഒരാളെ പറഞ്ഞത് നന്നാവില്ല എന്ന് പറഞ്ഞു. നന്നായിട്ടുമില്ല. ഫഹാല ബൈനഹുമൽ മൗജു വകാന മിനൽ മുഗ്റഖീൻ. ഇനി ഞാൻ വേറെ ഒരു മോനെ പറയാം. 2.5 വയസ്സ്. ഫലമ്മ ബലഗ മഅഹു സഅയ ഖല യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അസ്ബഹുക ഫൻദുർ മാറാ തറാ. എൻ്റെ സഹോദരിമാർ ഇവിടെ ഇത് പഠിക്കണം. നിങ്ങൾ നന്നായാൽ അടുത്ത സമുദായം നന്നാവും, അടുത്ത തലമുറ നന്നാവും. നിങ്ങൾ നാശമായാൽ ഉമ്മത്തിന് പ്രതീക്ഷയില്ല, നാട്ടിന് പ്രതീക്ഷയില്ല, സമുദായത്തിന് പ്രതീക്ഷയില്ല, രാജ്യത്തിന് പ്രതീക്ഷയില്ല, ആർക്കുമില്ല. നിങ്ങൾ നന്നാവണം. നിങ്ങൾ ചിന്തിക്കുക, ഒരു കുട്ടി, ആ കുട്ടിക്ക് എത്ര വലിയ ആളൊന്നായിട്ടില്ല, 2.5 വയസ്സ്, അത്രയൊന്നുമില്ല, ചെറിയ കുട്ടി ഓടി നടക്കാനുള്ള ഫലമ്മ ബലഗ മഅഹു സഅയ, പിതാവിന്റെ കൂടെ ഓടിച്ചാടി നടക്കാനുള്ള സമയമേ ആയിട്ടുള്ളൂ കുട്ടിക്ക്. അപ്പോൾ ഖാല യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അസ്ബഹുക ഫൻദുർ മാറാ തറാ. മോനെ, എൻ്റെ കുഞ്ഞുമോനെ ഞാൻ അറക്കണമെന്ന് അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. നിങ്ങൾ പറയൂ, ആ കുട്ടി അപ്പോൾ ബാപ്പയെന്ന് വിളിച്ചാൽ പിന്നെ ബാപ്പയുടെ അടുത്തേക്ക് വരുമോ? എന്താ മറുപടി? ഖാല യാ അബതി ഫഅൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. 2.5 വയസ്സായ കുട്ടി പറഞ്ഞു. എന്തേ? അത് 10 ഗുണം 10 ഗുണം. അത് ഉമ്മാന്റെ മോനാ. ഇബ്രാഹിമിന് ശേഷം ഫലസ്തീനിലേക്ക് ഒട്ടകമോടിച്ചു പോയി സയ്യിദ്നാ ഇബ്രാഹിം. കുട്ടിയെ വളർത്തിയത് പിന്നെ മഹദിയായ ഹാജറാൻ. ഹാജർ വളർത്തിയ കുട്ടിയാണ്. ഹാജറാരാ? ربنا إني أسكنت من ذريتي بواد غير ذي زرع عند بيتك المحرم ربنا ليقيموا الصلاة. നിങ്ങൾ ചിന്തിക്കുക, ഒരു തോൽപാത്രത്തിൽ കുറച്ച് വെള്ളം, ഒരു തോൽപാത്രത്തിൽ കുറച്ച് കാരക്ക, ഒട്ടകപ്പുറത്തേറ്റി ഹജറിനെയും ഏറ്റി മുല കുടിക്കുന്ന കുഞ്ഞിനെയും കയറ്റിയിട്ട് നേരെ ഫലസ്തീനിൽ നിന്ന് കഅബാലയത്തിന്റെ ഇടിഞ്ഞു പൊളിഞ്ഞ കഅബാലയത്തിന്റെ പരിസരത്തേക്ക് വന്നു സയ്യിദ്നാ ഇബ്രാഹിം. 4000 കൊല്ലങ്ങൾക്ക് മുമ്പ്. അന്ന് ഇന്നത്തെ കഅബയല്ല, അന്ന് ഇടിഞ്ഞു പൊളിഞ്ഞു വീണ കഅബയാ. ഇല്ല, ഒന്നുമില്ല. പരിസരത്ത് ആൾപ്പാർപ്പില്ല, പരിസരത്തെ പുല്ല് പോലും മുളച്ചിരുന്നില്ല എന്ന് വിശുദ്ധ ഖുർആൻ. എന്ന ഒരു പുല്ല് മുളക്കാത്ത ഭൂമിയാണ്. ഒരു പഹാട്, തനി പഹാട്, കറുകറുത്ത ഭൂമി, പുല്ല് പോലും മുളക്കില്ല. തനി പഹാട്, ഒരു തനി പഹാട്, ഒന്നുമില്ല. ഫത്ഹുൽ ബാരിയിൽ പറയുന്നുണ്ട്, പക്ഷികൾ പോലും അവിടെ പറക്കാറുണ്ടായിരുന്നില്ല. എന്തുകൊണ്ട്? പക്ഷി പറക്കണമെങ്കിൽ വെള്ളസ്പർശം വേണം. ഇല്ല, ഒന്നുമില്ല. കഅബാലയത്തിന്റെ അടുത്തെത്തിയപ്പോൾ ഭാര്യയെ ഇറങ്ങുമെന്ന് പറഞ്ഞു. ഇറക്കി. ഇബ്രാഹിം ഇറങ്ങിയില്ല അലൈഹിസ്സലാം. കുട്ടിയെ എടുത്തിട്ട് കയ്യിലെങ്ങോട്ട് അങ്ങോട്ട് കൊടുത്തു. പിന്നെ തോൽപാത്രവും ഇറക്കി. ഒറ്റത്തിരി. ഒട്ടകത്തെ
തിരിച്ചോടി. എന്ന് ചോദിച്ചു, ഇങ്ങനെ ചെയ്യണമെന്ന് കൽപ്പനയുണ്ടോ എന്ന് ചോദിച്ചു. അള്ളാന്റെ ആരോട്? ഹാജർ ഇബ്രാഹിമിനോട്. നിങ്ങൾക്കത് ചിന്തിക്കാൻ തോന്നുന്നില്ലേ? എന്താണ് ആ രംഗം? ഇങ്ങനെ കാണിച്ചു, ഇങ്ങനെ ചെയ്യണം എന്ന് നിങ്ങളോട് കൽപ്പന ഉണ്ടോന്ന് ചോദിച്ചു. ഇങ്ങനെ ചോദിച്ചു. ഒറ്റ പോക്ക്. ജബൽ അബീ ഖുവൈസിന്റെ അടുത്ത് പോയി അവിടെ പ്രാർത്ഥിക്കാൻ പോലും സമയം ചെലവഴിച്ചില്ല സയ്യിദുനാ ഇബ്രാഹിം. ഒന്നും ചെയ്തില്ല ഭാര്യ. അവിടെ നിന്ന് ഇബ്രാഹിം പ്രാർത്ഥിച്ചില്ല. കാരണം പ്രാർത്ഥിച്ചാൽ മനസ്സ് പൊട്ടിപ്പോകും, പിന്നെ അവിടെ നിന്ന് പോരാൻ കഴിയില്ല. എന്താണ് ആ രംഗം? നിങ്ങളൊന്ന് ചിന്തിക്കുക. എങ്ങനെയാ തീച്ചൂള പോലെ പ്രാർത്ഥിച്ച്, തീച്ചൂള പോലെ തീച്ചൂളയിൽ കിടന്ന് നരകിച്ച് പ്രാർത്ഥിക്കും പോലെ പ്രാർത്ഥിച്ച് ലഭിച്ചതായി മോനെ. പിന്നെ ഏറ്റവും അതിസുന്ദരിയും നവോഢയുമായ പെണ്ണായിരുന്നു ഹാജർ. രണ്ടിനെയും പുല്ലുമുളക്കാത്ത, മനുഷ്യ സ്പർശമില്ലാത്ത, ജീവഗന്ധമില്ലാത്ത മണ്ണിൽ ഉപേക്ഷിക്കുകയാ സയ്യിദുനാ ഇബ്രാഹിം. പിന്നെ പിരിയാൻ കഴിയില്ല. അവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് പോകും. എന്നിട്ട് എൻ്റെ ഒരു ജബൽ അബീ ഖുവൈസിന്റെ താഴ്വാരത്ത് വന്നു. കറുത്ത ഒരു പൊട്ടുപോലെ ഭാര്യയും കുട്ടിയും തന്റെ കണ്ണിൽ നിന്ന് മറഞ്ഞു പോയിരുന്നു. എന്തോ ഉള്ളതുപോലെ അവരെ ഫേസ് കിട്ടിയിരുന്നില്ല. അത്ര ദൂരത്തേക്ക് മാറി. ഇനി തിരിയാ, ഇനി പോവാ. അപ്പോൾ അവിടെ നിർത്തി ഒട്ടകത്ത്. ഒട്ടകപ്പുറത്ത് നിന്നിറങ്ങി. എന്നിട്ട് പറയുന്നതാ, റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുരിയതി ബിവാദിൻ ഗൈരി ദീ സർഅ ഇൻദ ബൈതികൽ മുഹറം റബ്ബനാ ലിയുഖീമുസ് സ്വലാഹ്. ചിന്തിക്കണം. ഇങ്ങനെ ഒട്ടകമോടിച്ചു പോയി. പ്രാർത്ഥന കഴിഞ്ഞ് ഒട്ടകമോടിച്ചു പോയി ഇബ്രാഹിം. പിന്നെ ഈ കുട്ടിയെ വളർത്തുന്നത് മഹതിയായ ഹാജറ. ഖസംതു ബിൽ ബൈത്തില്ലദീ ത്വാഫ ഹൗലഹു റിജാലും ബനൗഹു മിൻ ഖുറൈശി വജുർഹുമി. പിന്നെ ജുർഹും ഗോത്രവും ഖുറൈശും ഒക്കെ അവിടെ വരുന്നുണ്ട്. അടിസ്ഥാനപരമായി അവരൊന്നും അപ്പോൾ ഇല്ല, പിന്നെ വരുന്നുണ്ട്. ആ ഹാജറിന്റെ ഓർമ്മക്കാണ് ഇന്നും സഫാ മർവയിൽ നമ്മൾ സഅയ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള, ശ്രദ്ധിക്കൂ, സാബിറത്തായ ഹാജറിന്റെ മകനാണ് ആര്? ഇസ്മാഈൽ. സയ്യിദുനാ ഇസ്മാഈൽ. ഈ കുട്ടി അത് പറയുമല്ലോ. എന്താ പറഞ്ഞത്? ഉപ്പ ചോദിച്ചു, നിന്നെ അറക്കണമെന്ന് കൽപ്പന ഉണ്ട്. ഉപ്പാക്ക് ഇങ്ങനെ, കുട്ടിക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതി, ഉപ്പ അറുത്തുകൊള്ളൂ. പകരം ഇങ്ങനെ പറയുന്നത്. പിന്നെ ഇങ്ങനെ പറയുന്നത്. എങ്ങനെയാ? യാ അബതി ഫഅൽ മാ തുമർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. കൽപ്പനകൾ മുഴുവനും ചെയ്തുകൊള്ളൂ, എന്നോട് ഇനി ചോദിക്കേണ്ടതില്ല. എന്ത് ചെയ്താലും ചെയ്തോളൂ. അള്ളാഹു നിങ്ങളോട് എന്തറിയിച്ചാലും എനിക്ക് വിരോധമില്ല എന്ന് പറഞ്ഞു 2.5 വയസ്സായ കുട്ടി. ആ കുട്ടിയുടെ വാത്സല്യത്തിന് പ്രതീകമായി അബി എന്ന് പറയുന്നിടത്ത് അബത്തി എന്ന ഖുർആൻ പറഞ്ഞത്. ഉപ്പച്ചി എന്ന് പറയുന്ന ഒരു ശൈലി ഉണ്ടല്ലോ നമ്മൾക്കൊക്കെ, മലബാറിലൊക്കെ ഉണ്ട് അല്ലേ? ഉപ്പ എന്ന് പറയുന്നതിന് പകരം എന്ത് പറയും? ഉപ്പച്ചി എന്ന് പറയും. അതുപോലത്തെ ഒരു ശൈലിയാ. അബി എന്ന് പറഞ്ഞാൽ മതി, പക്ഷേ പറഞ്ഞത് അബത്തി. ആ കുട്ടിയുടെ വാത്സല്യം. അങ്ങനെ നിങ്ങൾ ചിന്തിക്കും. ഇവിടെ 2.5 വയസ്സായ കുട്ടി അർത്തോളു ഉപ്പ, അള്ളാന്റെ കൽപ്പന നടപ്പിലാവട്ടെ എന്ന് പറഞ്ഞു. അവിടെയോ പോത്തുപോലെ ഒരു മോൻ. രണ്ടിനും കാരണം ഉമ്മയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അടിസ്ഥാനം ഉമ്മയാണ്. അവിടെ അടിസ്ഥാനം ഉമ്മയാണ്. ഇത് പെണ്ണുങ്ങൾ ഒന്നാമതായി മനസ്സിലാക്കണം. ഭാര്യ എന്ന് പറഞ്ഞാൽ വെറുതെ ഒന്നുമല്ല. ഭാര്യ ഒരാൾക്ക്, ബുദ്ധിയുള്ള ഒരാൾക്ക് എന്തിനാ ഭാര്യ? ബുദ്ധിയുള്ള ഒരാൾക്ക് എന്തിനാണ് ഭാര്യ? എന്തിനാ ഭാര്യ? കേവലമുള്ള ലൈംഗിക ആസ്വാദനത്തിനല്ല, ആസ്വാദനത്തിന് അയാൾക്ക് വീണ്ടും വഴി കാണാവുന്നതാണ്. ഇപ്പൊ നോമ്പ്,